ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 4.1ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിൽ 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റും സെക്കൻഡും കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ്. ഇനിയിപ്പോൾ തേർഡും ഫോർത്തും ചെയ്യുന്നു. ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ. റോഹൻസ് മദർ ഈസ് 26 years older than him. The product of their ages in years 3 years from now will be 360. We would like to find Rohan's present age. ഇവിടെ represent the following situations in the form of quadratic equations ആണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ ഉണ്ടാക്കാനേ പറഞ്ഞിട്ടുള്ളൂ, സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇക്വേഷൻ ഉണ്ടാക്കുക. ചെയ്ത് നോക്കാം. ലെറ്റ് ദ പ്രസന്റ് ഏജ് ഓഫ് രോഹൻ ഈക്വൽ ടു എക്സ് എന്നെടുക്കുന്നു. രോഹൻസ് മദേഴ്സ് ഏജ്, അപ്പോൾ രോഹനേക്കാളും 26 വയസ്സ് കൂടുതലാണ്. അപ്പോൾ എക്സ് പ്ലസ് 26 3 years ഹെൻസ് 3 years ഫ്രം നൗ 3 വർഷത്തിന് ശേഷം. അപ്പോൾ രോഹൻസ് ഏജ് ഈസ് ഈക്വൽ ടു അപ്പോൾ എക്സ് പ്ലസ് 3 ആവും. അപ്പോൾ മദേഴ്സ് ഏജ് ആദ്യം ഉണ്ടായിരുന്നത് എക്സ് പ്ലസ് 26 ആണ് 3 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ എക്സ് പ്ലസ് 26 പ്ലസ് 3 ഈക്വൽ ടു എക്സ് പ്ലസ് 29 എന്ന് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം ഈ ഏജിൻ്റെ 3 വർഷം കഴിയുമ്പോഴുള്ള ഏജിൻ്റെ പ്രോഡക്റ്റ് 360 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 29 ഈക്വൽ ടു 360 ആണെന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 29 എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 29 87 ഈക്വൽ ടു 360. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 32x പ്ലസ് 87 മൈനസ് 360 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 32x മൈനസ് 273 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദിസ് ഈസ് ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേർ എക്സ് ഈസ് രോഹൻസ് പ്രസന്റ് ഏജ്. ഇനി ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ. എ ട്രെയിൻ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 480 കിലോമീറ്റർ at a uniform speed. If the speed had been 8 km per hour less, then it would have taken 3 hours more to cover the same distance. We need to find the speed of the train. Let the speed of the train be x kilometer. Speed x kilometer. അവിടുത്തെ ഡിസ്റ്റൻസ് ഈക്വൽ ടു 480 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ചെയ്യേണ്ട കാര്യം, അവിടെ തന്നിരിക്കുന്ന ഡിഫറൻസ് ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ 3 hours മോർ ടു കവർ ദ സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ സെയിം ഡിസ്റ്റൻസ് തന്നെ സ്പീഡിൽ മാറ്റം വരുമ്പോൾ സ്പീഡ് കൂടുമ്പോൾ ടൈം കുറയും. ടൈം കൂടുതലാണെങ്കിൽ സ്പീഡ് കുറവാണെങ്കിൽ അവിടെ ടൈം കൂടും. ഇവിടെ ടൈമാണ് ഡിഫറൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷനെ ടൈമിൻ്റെ ടൈമിലേക്ക് മാറ്റിയാൽ അവിടെയുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കേസിലും 2 കേസിലും ആദ്യത്തെ സ്പീഡിലും രണ്ടാമത്തെ സ്പീഡിലും നമ്മൾ ടൈം കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ കേസിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഈക്വൽ ടു ഡിസ്റ്റൻസ് 480 ആണ്. 480 ഡിവൈഡഡ് ബൈ എക്സ് എന്നെഴുതി വെച്ചു. ഇനി ന്യൂ സ്പീഡ് ഈക്വൽ ടു എക്സ് മൈനസ് 8 ആണ്. അപ്പോഴത്തെ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ 480 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 8 ആണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ആദ്യം എടുത്ത ടൈമും രണ്ടാമത് എടുത്ത ടൈമും തമ്മിലുള്ള ഡിഫറൻസ് 3 hours ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കണം. ഇവിടെ ഇപ്പോൾ സ്പീഡ് കുറവാണെങ്കിൽ ടൈം കൂടുതലെടുക്കും. അപ്പോൾ ഇവിടുത്തെ ടൈം എക്സ് മൈനസ് 8 സ്പീഡ് കുറഞ്ഞു. അപ്പോൾ ഇതായിരിക്കും 480 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 8 ആയിരിക്കും ടൈം കൂടുതൽ.
എക്സ് km/h സ്പീഡിൽ പോയപ്പോൾ ഇതിലും കുറച്ചുകൂടി വേഗത്തിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ആ 3 മണിക്കൂറിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടൈമിൻ്റെ കേസിലാണ് ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് 480 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 8. ഇവിടെയാണ് ടൈം കൂടുതൽ. ചെയ്തു വരുമ്പോൾ ഒരു സംശയം ഉണ്ടാവേണ്ടത്, ചിലപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകുന്ന സംശയം, ഈ 480 ഡിവൈഡ് ബൈ എക്സിൽ നിന്നും 480 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 8 ആണോ മൈനസ് ചെയ്യേണ്ടത്, അതെയോ തിരിച്ചാണോ എന്നൊരു സംശയം വരാം. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ടൈം ഇവിടെ സ്പീഡ് കുറവാണ്. സ്പീഡ് കുറവാകുമ്പോൾ ടൈം കൂടുതൽ എടുക്കും. അപ്പോൾ കൂടുതൽ ടൈം ഇതായിരിക്കും, മൈനസ് 480 ഡിവൈഡ് ബൈ എക്സ്. ഇവിടെ സ്പീഡ് കൂടുതലാണ്, അപ്പോൾ ഇവിടെ ടൈം കുറവായിരിക്കും. അപ്പോൾ ഇതാണ് വലുത്, ഇതാണ് ചെറുത്. അതിൽ നിന്നും 480 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 8ൽ നിന്നും 480 ഡിവൈഡ് ബൈ എക്സ് കുറച്ചാൽ ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടും. ഇനി മറ്റൊരു കാര്യം കൂടെ, ഇവിടെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായാൽ, ചെയ്തു വരുമ്പോൾ ഏതാണ് മൈനസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു സംശയം വന്നാൽ, ഇതൊരു ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ചെറുതാകുമ്പോൾ ആ നമ്പറിൻ്റെ വാല്യൂ കൂടും. ഇവിടെ എക്സ് മൈനസ് 8 ഡിനോമിനേറ്റർ ചെറുതാണ്, അപ്പോൾ ന്യൂമറേറ്റർ സെയിം ആണ്. അപ്പോൾ ഇതായിരിക്കും വലിയ നമ്പർ. ഇവിടെ ഡിനോമിനേറ്റർ കൂടുതലാണ്, അപ്പോൾ ഇതായിരിക്കും ചെറിയ നമ്പർ. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, പലർക്കും ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇവിടെ 1/4, ഈ 1/4ഉം 1/2 നമ്മൾ നോക്കുക. ഇവിടെ ഡിനോമിനേറ്റർ കൂടുതലാണ്, അപ്പോൾ 1/4 ചെറിയ നമ്പറാണ്. ഇവിടെ സെയിം ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ ഇവിടെ 2 വലുതാണ്. അപ്പോൾ 1/2 ആണ് വലിയ നമ്പർ, 1/4 ആണ് ചെറിയ നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറാണ് കുറയ്ക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ ചിന്തിക്കാം. ഇവിടെ സ്പീഡ് കുറവാണ്, അപ്പോൾ ടൈം കൂടും എന്ന് ചിന്തിക്കാം. ഇവിടെ സ്പീഡ് കൂടുതലാണ്, അപ്പോൾ ടൈം കുറയും. അപ്പോൾ ഇത് ചെറിയ ടൈമും ഇത് വലിയ ടൈമും ആയിരിക്കും. ഇനിയല്ല, ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ ഫ്രാക്ഷണൽ ഡിനോമിനേറ്റർ ചെറുതായാൽ നമ്പർ വലുതാകും, ഡിനോമിനേറ്റർ വലുതായാൽ നമ്പർ ചെറുതാവും. അപ്പോൾ ഇങ്ങനെ വരാവുന്ന ഒരു കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പലർക്കും ചിലപ്പോൾ ഇത് ഇക്വേഷനൊക്കെ ഉണ്ടാക്കി ഇത്രയൊക്കെ ചെയ്ത് നോക്കും. പിന്നെ ഒരു സംശയം ഉണ്ടാകുന്നത്, സ്പീഡിൻ്റെ ടൈമിൽ വേണോ, ടൈമിൻ്റെ ടൈമിൽ വേണോ, ഡിസ്റ്റൻസിൻ്റെ ടൈമിൽ വേണോ, എങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാക്കേണ്ടത്, ആ ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഡിഫറൻസ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ടൈമിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ടൈമിൻ്റെ ഡിഫറൻസ് തന്നെ എഴുതുക. അപ്പോൾ ടൈം ഈക്വൽ ടു നമ്മൾ ഓരോ കേസിലും ഡിസ്റ്റൻസും സ്പീഡും ഉപയോഗിച്ച് ടൈം കണ്ടുപിടിച്ചു, എന്നിട്ടാണ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവും. ഇനി ഇക്വേഷൻ്റെ ബേസ് നമ്മൾ എഴുതി വെച്ചു. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ക്വാഡ്രാറ്റിക് ഫോമിലേക്ക് മാറ്റുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്ക് ഇതിനെ മാറ്റുക. അപ്പോൾ അത് 480 ഇൻറ്റു എക്സ്, 480x മൈനസ് 480 ഈക്വൽ ടു 480x മൈനസ് 480 ഇൻറ്റു എക്സ്, വീണ്ടും 480x മൈനസ് 480 എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് 480 ഇൻറ്റു -8, അപ്പോൾ പ്ലസ് 3840 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 8x ഈക്വൽ ടു 3 എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ 480xും മൈനസ് 480x ഉണ്ട്, അത് ക്യാൻസലായി പോകുന്നു. അപ്പോൾ 3840 ഈക്വൽ ടു 3 ഇൻറ്റു ഈ എക്സ് സ്ക്വയർ മൈനസ് 8xനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. എക്സ് സ്ക്വയർ മൈനസ് 8x, അപ്പോൾ 3840 ഈക്വൽ ടു, ഇതിനെയും ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ 3x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 8 24x എന്ന് കിട്ടുന്നു. ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഈക്വൽ ടു 0 എന്നാക്കിയാൽ 3x സ്ക്വയർ മൈനസ് 24x മൈനസ് 3840 ഈക്വൽ ടു 0. ഇനി വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കാം, കാരണം ഇവിടെ 3 ഉണ്ട്, ഇവിടെ 24 ഉണ്ട്, 3840 ഇതെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തെ നമ്പേഴ്സാണ്. അപ്പോൾ ഇക്വേഷനെ ത്രൂ ഔട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ചെറുതാക്കി എടുക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8x മൈനസ് 1280 equal to 0. This is the required form of the quadratic equation, where x is the speed of the train